നമസ്കാരം സുഹൃത്തുക്കളെ. എന്തായിരുന്നു വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന CJP പ്രൊട്ടസ്റ്റ് അഥവാ പാറ്റകളുടെ സമരം? ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ലളിതമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാചകത്തിൽ പറഞ്ഞാൽ, മിഡിൽ ക്ലാസ് ഫാമിലി, അപ്പർ ക്ലാസ് ഫാമിലി, അതായത് കാശുള്ള വീട്ടിലെ കുട്ടികൾ നടത്തിയ സമരത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ നേതാക്കളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും പിന്നീട് കുറച്ച് രാജ്യവിരുദ്ധരും കൂടി ചേർന്ന് വിജയിപ്പിച്ചു കൊടുത്ത ഒരു സമരമാണ് ഈ പറയുന്ന സോ കോൾഡ് പാറ്റ സമരം. ശാന്തമായിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. CJP നേതാക്കളിൽ നിങ്ങൾക്ക് ഒരു സാധാരണപ്പെട്ടവൻ്റെ മക്കളെ കാണാൻ പറ്റില്ല. അവരുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണ രീതി, ഈ സമരം വിജയിച്ചതിന് ശേഷം അവർ 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തിയ ആഘോഷങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്ന്. അവർ ഈ സമരം തുടങ്ങിയ സമയത്ത് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ പോലും ഇതിനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർക്ക് സോനം വാങ്ചുക് എന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ്റെ പിന്തുണ കിട്ടുന്നത്. അങ്ങനെ അയാൾ ഇവർക്ക് വേണ്ടി നിരാഹാരം കിടക്കാൻ തയ്യാറായി. നോക്കൂ, പാർട്ടിയിലെ ആരും നിരാഹാരം കിടന്നിട്ടില്ല. അവസാനം അഭിഷേകിന് 1-2 ദിവസം നിരാഹാരം കിടക്കേണ്ടി വന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾ അത് അവസാനിപ്പിച്ചു. കാരണം അവർക്ക് പട്ടിണി കിടന്ന് ശീലമില്ല. അങ്ങനെ ഈ സോനം വാങ്ചുക് നിരാഹാരം കിടക്കുന്നു. അങ്ങനെ പതുക്കെ ഈ സമരം ചൂടുപിടിക്കുന്നു. അതിനൊപ്പം ഇവർ ഈ സമരത്തിലേക്ക് വരുന്നവർക്ക് ഫ്രീ ഫുഡ് അഥവാ സൗജന്യമായിട്ട് ഭക്ഷണം കൂടി ഓർഡർ ചെയ്യുന്നു. എത്ര പേര് വന്നാലും ഭക്ഷണം കിട്ടുമെന്നൊരവസ്ഥ വരുന്നു. അത് ഫുഡ് ഡെലിവറി ആപ്പുകൾ വഴിയും മറ്റുമൊക്കെ പുറത്തുനിന്നും അവിടുന്നും ഇവിടുന്നുമൊക്കെ അവിടേക്ക് ഭക്ഷണമായും പണമായുമൊക്കെ ഒഴുകുന്നു. അങ്ങനെ പതുക്കെ ആളെ കൂട്ടിക്കൊണ്ട് വന്ന് ഒടുവിൽ മഹാനായ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അതായത് അംബേദ്കറുടെ ഫോട്ടോയും വെച്ച് നടക്കുന്ന ഇവർ, അംബേദ്കർ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിരാഹാരം കിടക്കുക എന്നത്. അതായത് ഭരണകൂടത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് തുല്യമാണ്. അതൊരു ജനാധിപത്യ രീതിയല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും സ്വന്തം രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാർക്കെതിരെ ഇങ്ങനെ ഒരു ആയുധം പ്രയോഗിക്കരുത് എന്നാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. വിദേശികൾക്ക് എതിരെ ആവാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം ഇതുപോലെ നിരാഹാരം കിടന്ന് പലതും സാധിച്ചെടുത്തിട്ടുണ്ട്. അംബേദ്കർക്കെതിരെ പോലും ഇദ്ദേഹം നിരാഹാരം കിടന്നിട്ടുണ്ട്. ഒടുവിൽ അംബേദ്കറോട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറയുന്നു, നിങ്ങൾ മനുഷ്യനാണോ, സാധിച്ചു കൊടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അംബേദ്കർ ഒരിക്കലും അനുകൂലിച്ചിട്ടുള്ള ഒരു സംഗതിയല്ല നിരാഹാരം കിടക്കുക എന്നത്. അതൊരു ഭീഷണിപ്പെടുത്തൽ തന്ത്രം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പരിപാടി ചെയ്ത ആളുകൾ പക്ഷേ വെച്ച ചിത്രം അംബേദ്കറുടെയാണ്. ഇനി അതെല്ലാം പോട്ടെ. അങ്ങനെ ഈ നിരാഹാരം കിടന്ന് 10-25 ദിവസമാകുമ്പോൾ ഇയാൾ മരണപ്പെടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് തീരെ അവശനാവും എന്ന് സർക്കാർ കണ്ടപ്പോൾ അതൊരു വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിൽ ഇയാളെ അവർ ബലമായിട്ട് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുമാറ്റുന്നു. അതിനുശേഷം ഈ നിരാഹാരം സത്യാഗ്രഹം തുടരാൻ വേറെ ആളില്ല, അറിയപ്പെടുന്ന ആരുമില്ല. അഭിഷേക് 1-2 ദിവസം ശ്രമിച്ചു, പരാജയപ്പെട്ടു, അയാൾ നിർത്തി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സമയത്ത് സമാന്തരമായിട്ട് തന്നെ SFIയുടെ ചില നേതാക്കൾ നിരാഹാരം കിടക്കുന്നുണ്ട്. പക്ഷേ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവരവിടെ കിടന്ന് ചത്താൽ പോലും ആരും മൈൻഡ് ചെയ്യില്ല. കാരണം SFIയുടെ നേതാക്കൾക്ക് ഈ രാജ്യത്ത് അത്രയേ വിലയുള്ളൂ. അങ്ങനെ ഇതൊന്നും രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് സമരം മറ്റൊരു തലത്തിലേക്ക് അതിൻ്റെ രൂപാന്തരം മാറുന്നത്. അതൊരു അക്രമ സമരത്തിലേക്ക് പോയി. പിന്നീടുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഒന്ന് ചിന്തിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാശുള്ള വീട്ടിലെ കാശുള്ള വീട്ടിലെ കുട്ടികൾ നടത്തിയൊരു സമരത്തിലേക്ക് അതിൻ്റെ ഉദ്ദേശശുദ്ധി അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെയാണോ എന്നറിയില്ല, കുറേ രാജ്യവിരുദ്ധരും അതേപോലെ തന്നെ പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ നേതാക്കളും ചെന്ന് മോപ്പിച്ചു കൊടുത്ത് അവർക്ക് ജയം സമ്മാനിച്ചു കൊടുത്ത ഒരു സമരമായിരുന്നു നിങ്ങൾ കണ്ടത്. എനിക്ക് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ നിങ്ങളിങ്ങനെ ഒരു സമരം വിജയിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. പിന്നെ എന്തുകൊണ്ട് BJP ഇതിന് വഴങ്ങിക്കൊടുത്തു എന്നൊരു ന്യായമായിട്ടുള്ള സംശയവും ചോദ്യവും നിങ്ങൾക്കും ഉണ്ടാവാം. അത് BJPയുടെ തുടക്ക സമയത്ത് ഇപ്പോൾ വരെ അവരുടെ വോട്ട് ബാങ്ക് ആരാണ് എന്ന് പരിശോധിച്ചാൽ നിങ്ങളുടെ ആ സംശയം മാറിക്കിട്ടും. എല്ലാ കാലത്തും മിഡിൽ ക്ലാസ് എന്നത് BJPയുടെ ഒരു വോട്ട് ബാങ്കാണ്. സാധാരണക്കാരിലേക്ക് ആ പാർട്ടി എത്താൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ. അതിനു വേണ്ടിയിട്ട് വലിയ പദ്ധതികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ സാധാരണക്കാരുടെ കൂടി പാർട്ടിയായി മാറിയിരിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും അവരുടെ വോട്ട് ബാങ്ക് മിഡിൽ ക്ലാസ് ആണ്. അപ്പോൾ അതിൽ ഇളക്കം തട്ടുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടായപ്പോഴാണ് അവരും ഈ വഴങ്ങിക്കൊടുക്കുകയും ഈ ആവശ്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തത്. അവിടെ ഒരു മന്ത്രി രാജിവെച്ച് മാറി, പകരം മറ്റൊരു മന്ത്രി വന്നു. രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ അതൊരു തോൽവിയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇതിൽ മാറ്റം ഉണ്ടായെന്ന്. ഒരു മാറ്റം ഉണ്ടായില്ല. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. ഒരു സമരം പലപ്പോഴും കത്തിച്ച് നിർത്തുന്നത് വൈകാരികമായിട്ടുള്ള ചില സംഗതികൾ കൂടി അതിനകത്തിട്ട് കൂട്ടി വിളക്കി ചേർത്തിട്ടാണ്. അങ്ങനെ ഇത്തവണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതിൻ്റെ കാരണത്താൽ 20 പേരോ അതോ 21 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു അതിനകത്ത് വൈകാരികമായിട്ടുള്ള തലം. നിങ്ങളൊന്നാൽ ആലോചിച്ച് നോക്കിയേ, ഈ കുട്ടികൾ പരീക്ഷ എഴുതി ജയിച്ചു, ഡോക്ടറായി. എന്തുറപ്പിലായിരിക്കും അവരുടെ ഓപ്പറേഷൻ ടേബിളിൽ ഒരു രോഗി കിടക്കുക? ഇത്തരക്കാരുടെ മുന്നിൽ എത്തപ്പെടുന്ന ഒരു രോഗിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ പോലും അതിനെ തരണം ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത ഇവരൊക്കെ ഡോക്ടറായിരുന്നുവെങ്കിൽ ഞാൻ അവരെ മരിച്ചുപോയി പഴിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും
വീട്ടിലെ ടി വിയുടെ റിമോട്ട് കൊടുത്തില്ല എന്ന കാരണത്തിൽ ആത്മഹത്യ ചെയ്ത വാർത്ത ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വാർത്ത ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. സ്പോർട്സ് ബൈക്ക്, പവർ ബൈക്ക് വാങ്ങിക്കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആത്മഹത്യകളൊക്കെ ഇപ്പോൾ സാധാരണ വാർത്തയേ അല്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ ആത്മഹത്യ ചെയ്യാറുണ്ട്. കുട്ടികളെ മാത്രം പറയേണ്ട, ചില സമയത്ത് മുതിർന്നവരും ഇതുപോലൊക്കെ തന്നെ ചെയ്യാറുണ്ട്. ഇനി നന്നായിട്ട് പഠിച്ച് അതിനൊരുങ്ങി നിൽക്കുന്ന, നീറ്റ് പരീക്ഷ എഴുതാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി ആ പരീക്ഷ മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? എത്ര തവണ മാറ്റിവെച്ചാലും അവൻ ആ പരീക്ഷ എഴുതാം, ജയിക്കാം. എന്നാൽ ചോർന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഉത്തരം മാത്രം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവന് തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദം ഉണ്ടാവും, പണനഷ്ടം, പിന്നെ മാനസിക സമ്മർദ്ദം, അതൊക്കെ സംഭവിക്കാം. ഈ മരിച്ചുപോയ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. 2-3 കാരണങ്ങൾ കൊണ്ട് ഈ ആത്മഹത്യകൾ സംഭവിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിസ്സാര കാരണങ്ങൾ കൊണ്ട് പോലും ആത്മഹത്യ ചെയ്യാം. ഒരു പ്രതിസന്ധി വന്നാൽ തളർന്നു പോകുന്ന കുട്ടികളുണ്ട്. കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറയെ മാതാപിതാക്കൾ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇനി ഈ ആത്മഹത്യ ചെയ്യാതെ ഇത്തരം ലോല ഹൃദയരായിട്ടുള്ളവർ ഡോക്ടർമാരായിരുന്നു എങ്കിൽ ഉള്ള അവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഈ MBBS അല്ലെങ്കിൽ ഈ വലിയ ഡിഗ്രിയൊക്കെ എടുത്ത് ഡോക്ടറാവുന്ന ഒരാൾ ആ രാജ്യത്തെ 1ാം റാങ്കുകാരനാണ് എന്ന് കരുതുക. 1ാം റാങ്കുകാരൻ എപ്പോഴും രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർ ആവണമെന്നില്ല. അതൊരു ഫാക്റ്റാണ്. ഇനി IAS പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ആൾ ഏറ്റവും മികച്ച കളക്ടർ ആവണമെന്നില്ല. അങ്ങനെയും ഒരു ചരിത്രം ഇവിടെ ഉണ്ടായിട്ടില്ല. ക്ലാസ്സിലെ ടോപ്പർ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. പക്ഷേ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്ന ഒരുപക്ഷെ ബാക്ക് ബെഞ്ചർ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ വൈകാരികമായിട്ടുള്ള ആത്മഹത്യകൾ കൂടി ഇവർ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകളിൽ കുറേ കഴിഞ്ഞപ്പോൾ ഇത് തങ്ങളുടെ കുടുംബത്തെ, തങ്ങളുടെ മക്കളെ കൂടി ബാധിക്കുന്നതാണ് എന്ന് തോന്നി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമരങ്ങൾക്ക് എണ്ണ പകർന്നു കൊടുക്കാൻ ഫണ്ടിന് ഒരു കുറവുമില്ല. ആ ഫണ്ടും പിന്നെ വേറെ ചില ആവശ്യങ്ങൾക്ക് കൂടി പുറത്തുനിന്ന് വന്ന ഫണ്ടും കൂടെ ചേർന്നപ്പോഴാണ് നിങ്ങൾ ഒരു സാധാരണ സമരം ഈ രീതിയിലേക്ക് പോയതും ഒടുവിൽ ഭരണകൂടം തന്നെ അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടത്. പക്ഷേ ഈ കാഴ്ച നിങ്ങൾക്ക് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റില്ല. കാരണം അതിൽ കൂടുതലും സമരം ചെയ്യുന്നത് പാവപ്പെട്ടവൻ്റെ മക്കളായിരിക്കും. ഞാൻ പറഞ്ഞത് നേരായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം എന്നെ എതിർക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്തുകൊള്ളുക. പക്ഷേ സത്യം ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? ആ പാറ്റകളുടെ നേതാക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു സാധാരണപ്പെട്ടവൻ്റെ മകനെയോ മകളെയോ കാണിച്ചു തന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ തിരുത്തി പറയാം. പറ്റില്ല. ആവർത്തിച്ച് പറയുന്നു, കാശുള്ളവൻ്റെ വീട്ടിലെ മക്കൾ നടത്തിയ ഒരു സമരം പാവപ്പെട്ട ആളുകളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന ആളുകളുടെ നേതാക്കളും രാജ്യവിരുദ്ധനും കൂടെ ചേർന്ന് വിജയിപ്പിച്ചു കൊടുത്തതാണ് നിങ്ങൾ ഈ പറഞ്ഞ സോ കോൾഡ് പാറ്റ സമരം. അത്രയേ ഉള്ളൂ.